പ്രവാചകനായ യെശയ്യാവ് ജനത്തോട് പറയുന്നൊരു ദൂത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കണം. സ്തോത്രം. അവൻ എന്റെ വായെ മൂർച്ചയുള്ള ഒരു വാള് പോലെയാക്കിയച്ച് തന്റെ കൈയുടെ ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. നിന്നെ അവൻ ഒളിപ്പിച്ചു വെക്കും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറയുക, ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ മിണ്ടുമ്പം നീ മിണ്ടാതെ, ചിലരൊക്കെ വായിട്ടലയ്ക്കുമ്പോൾ നീ വായിട്ടലയ്ക്കാൻ ഇരിക്കുന്നതിന്റെ കാരണം നിന്റെ വാ പ്രയോജനമുള്ള വായ. ഒരാമയും വരുന്നില്ല. ചില അന്ധകാരത്തിന് അതിരു വരയ്ക്കാൻ നിന്റെ വാ ദൈവത്തിന് വേണം. ചില ദുരാത്മാക്കളെ ശാസിക്കാൻ നിന്റെ അധരം ദൈവത്തിന് വേണം. ദൈവം പറയാ, ഞാൻ അവനെ എൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കുന്ന ദൈവമാ. ഇവിടെ ഇരിക്കുന്ന ആരാധിക്കുന്ന ചിലരോട് ദൂത്, നിന്റെ മേൽ ഈ നിഴല് കിടപ്പുണ്ട്. ദൈവത്തിന്റെ നിഴലിന് പിറകിൽ ആളുണ്ട്. ശ്രദ്ധിച്ചേ, എൻ്റെ കൈ കാണിക്കുമ്പോൾ അതിനവിടെ ഒരു നിഴല് വരുന്നുണ്ടെങ്കിൽ ആ നിഴലിന് പിമ്പിൽ ഒരു കൈയുണ്ട്. ദൈവം പറയാ, ഞാൻ നിന്നെ എൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കാം. നിന്നെ മിനുക്കി അമ്പാക്കി എൻ്റെ പൂണിക്കകത്ത് മറച്ചിടാം. എന്തിന്? ആവശ്യം വരുമ്പോൾ നിന്റെ വായെ ഞാൻ കയ്യിലെടുക്കും. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്റെ മേലൊരു നിഴല് വീണേ പറ്റൂ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേര് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിറങ്ങിയപ്പം സ്തോത്രം, ഒരു ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ ഓരോരുത്തവനെ മേൽ പതിഞ്ഞു. 5-ാം അധ്യായത്തിൽ വരുമ്പം പത്രോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ നടന്നു പോകുമ്പോൾ കൈ വെക്കണ്ട, കൈ തൊടണ്ട, അവൻ്റെ നിഴല് ഒരു രോഗിയുടെ മേൽ തട്ടിയവനെല്ലാം ഹീലായിട്ടുണ്ട്. ഓ, ദൈവ സാന്നിധ്യം വഹിക്കാൻ ചിലരെ വേണം. നീ ഒരു ദേശത്തൂടെ നടന്നു പോകുമ്പോൾ ആ ദേശത്തിലെ അന്ധകാര ശക്തികൾ നിന്റെ നിഴലടിക്കുമ്പോൾ, ഓ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇന്ന് ആദ്യത്തെ ദൂത് മനസ്സിലോട്ട് കേട്ടിക്കേ. ആമേ, ദൈവം നിന്റെ മേൽ നിഴലിടുകയാ. ഓ ഹല്ലേലൂയ. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറാൻ പോകുന്നു. ആമേ, ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ ചില വിഷയം ഈ ദിവസങ്ങളിൽ നടക്കും. കാരണം ദൈവത്തിൻ്റെ മേഘം നിന്റെ മേൽ നിഴലിടുക. ഇതെന്തൊരു അത്ഭുതമെന്ന് പറയത്തക്കവണ്ണം ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 57-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, അതിനകത്തൊരു നിഴല് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴല്. എന്തുവാ? ദൈവത്തിൻ്റെ ചിറകിൻ്റെ 57-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണമേ. കൃപയുണ്ടാകണേ. എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ശരണം പ്രാപിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്.